ഹലോ ഗായ്സ്, അപ്പോൾ നമുക്കിന്ന് കണ്ണങ്കട വഴി കാപ്പാടേക്ക് ഒരു യാത്ര പോയാലോ? അപ്പോൾ ഞങ്ങൾ കുറച്ച് ആൾക്കാരുള്ളതിനെ കൊണ്ട് ഞങ്ങൾ ഒരു ഓട്ടോറിക്ഷയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾക്കിവിടെ ഓണായാലും വിഷു ആയാലും പെരുന്നാളായാലും ക്രിസ്മസ് ആയാലും ഒക്കെ കാപ്പാട് മുഖ്യമാണ്. പിന്നെ എല്ലാ ഞായറാഴ്ചകളും കാപ്പാട് മുഖ്യമാണ്. പക്ഷേ സാധാരണ പോകുന്നതിനെക്കാട്ട് അങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ. ഇന്ന് മൊഡോണായതിനെ കൊണ്ടാണെന്ന് തോന്നും കുറേ ആൾക്കാരുണ്ടായിരുന്നു. ട്രാഫിക് ജാമിൽ കുടുങ്ങി. പിന്നെ മെയിൻ എൻട്രൻസിലെത്തിയ സമയത്ത് ഇതായിരുന്നു അവസ്ഥ, മണ്ണ് വാരിട്ട താഴെ എത്തൂലായിരുന്നു. പിന്നെ ഞാനും ഇവിടുത്തെ പ്രദേശവാസി ആയതിനെ കൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ആധാർ കാണിച്ചാൽ കയറായിരുന്നു. പിന്നെ അതാണ് ഞങ്ങളെ കാപ്പാടിൻ്റെ മാപ്പ്. ഞങ്ങളിവിടെ ഡെയിലി വരുന്ന കേട്ടോ. ഈ മാപ്പിൽ ഓരോ സ്ഥലങ്ങളും എനിക്ക് ബൈ ഹാർട്ടാണ്. പിന്നെ അതേ ബ്ലൂ ഫ്ലാഗ്, ഇതെത്ര പൈസയാണ് ഒരാൾക്കെന്ന് എനിക്ക് ബൈ ഹാർട്ടാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് പ്രകൃതി രമണീയം ആസ്വദിച്ചു. പിന്നെ ഞങ്ങളുടെ സമയം എത്തിയിട്ടുണ്ട് കേട്ടോ. ആകയാ അയാൾ ഞങ്ങളെ ആധാറൊക്കെ വാങ്ങി എത്രവാടൊക്കെ ചോദിച്ചു കയറിക്കോ പറഞ്ഞ് ഞങ്ങൾ കയറിയിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് ആദ്യമായിട്ട് വരുന്ന പോലെ അന്താളിച്ച് നിന്നു കേട്ടോ. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയ സമയത്ത് ദൈവമേ നിറച്ചു ആൾക്കാർ. ദൈവേ, കാപ്പാട് ബീച്ചിലേക്കൊക്കെ നോക്കുന്ന സമയത്ത് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ബീച്ച് കാണുന്നില്ല, ബീച്ച് തിരയൊന്നും ഇല്ലായിരുന്നു കേട്ടോ അന്ന്. ആ ടൈമിൽ തീരെ തിരയിലാണ്, ഇങ്ങനെ പുഴ പോലെ അങ്ങനെ ഒഴുകി നടക്കുമായിരുന്നു കടൽ. അപ്പോൾ ഞങ്ങൾക്ക് കാപ്പാടേക്ക് കടലിലേക്ക് ഇറങ്ങാനുള്ള ടൈമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. ഞങ്ങൾ ബോർഡൊക്കെ വായിച്ച് അങ്ങ് നടക്കുമായിരുന്നു. ഡെയിലി വരുന്നതിനെ കൊണ്ടാണോ എന്നറിയില്ല, ബോർഡൊക്കെ ബൈ ഹാർട്ടായിരുന്നു. പകുതി വായിക്കുമ്പോൾ പകുതി എൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളിതേ ഇത്ര പേരാണ് പോയത്. മമ്മി ഉണ്ടായിരുന്നു, മമ്മീൻ്റെ ചേച്ചി, ഞാൻ അമ്മ എന്നാണ് വിളിക്കുക. അമ്മ, എൻ്റെ അനിയത്തി, അമ്മമ്മ, എൻ്റെ അനിയൻ, ഞങ്ങൾ എത്ര പേരായിരുന്നു പോയി ഉണ്ടായിരുന്നത്. അപ്പം ഞങ്ങളുടെ ഈ സ്ഥലത്തെത്തിയ സമയത്ത് അവിടെ മമ്മി എന്നോട് പറഞ്ഞു, നോക്കുക അവിടെ ഒരു നോ എക്സിറ്റ് ഉണ്ട്, അവിടെ നിന്ന് അപ്പുറത്തേക്ക് കടക്കാൻ പാടില്ല. പക്ഷേ അപ്പുറത്തേക്കായിരുന്നു മുഴുവൻ ആൾക്കാർ. നോ എക്സിറ്റിൻ്റെ അപ്പുറത്ത് ആരും ഇല്ലായിരുന്നു. അങ്ങോട്ട് കുറേ ആൾക്കാരുണ്ടായിരുന്നു. ആ പാറയുടെ തറ്റത്ത് വരെ ആൾക്കാരായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോൾ ജാനി പറഞ്ഞു, ദൈവമേ എനിക്ക് വിശക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞു. ഈ മുഖമാണ് ആ കാണുന്നത്. പിന്നെ വേദു ജാനീൻ്റെ ഉപദേശം കൊണ്ട് നടക്കാനായിരുന്നു കേട്ടോ. എന്താ ജാനി എവിടെ പോയാൽ ഇങ്ങനെ ഫുഡ് കഴിക്കാൻ പാടില്ല. പിന്നെ ഇങ്ങനെ ഉറുമ്പിനെ പോലെ നടക്കുന്നതിനെ കൊണ്ട് സീനില്ല, ആളങ്ങ് നടന്നോളൂ. പിന്നെ ഇവനെ എവിടെ കൊണ്ടുവച്ചിട്ടാൽ അവൻ അവിടെ ഉണ്ടാവും. കാരണം തീരെ കുരുത്തക്കേട് എന്താണെന്ന് അറിയാത്ത മോനാണ് ഞങ്ങളത്. ഉറുമ്പിനെ പോലെ ആയനെ കൊണ്ടാണെന്ന് തോന്നുന്നു. ആ പോകുന്ന സാധനത്തിന് ഞങ്ങളിങ്ങനെ കുറച്ച് കണ്ണിലിട്ടാൽ കാണാത്ത കളിയായിരുന്നു. പിന്നെ തിരിച്ച് വിളിച്ചാലാണ് അവ വന്നത്. പിന്നെ അതേ ഞങ്ങൾ കുറച്ച് സൺസെറ്റൊക്കെ കണ്ട് ആസ്വദിച്ചിട്ടോ. വാവ്, അതിമനോഹരമായിരുന്നു ആ സൺസെറ്റ്. ഞങ്ങൾ കുറേ സൺസെറ്റൊക്കെ നോക്കി നിന്നു. അപ്പം ഞാൻ വിചാരിച്ചു സൺസെറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ആൾക്കാർ അങ്ങ് പിരിഞ്ഞ് പോകുന്നു. എവിടെ ആരും പോയിട്ടില്ലായിരുന്നു, എല്ലാവരും അവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ അങ്ങനത്തെ സാഹചര്യമായി. കുറേ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ബാക്ക്ഗ്രൗണ്ടൊക്കെ നശിപ്പിക്കാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾ ആ പാർക്കിലേക്കുള്ള നടത്തത്തിലാണ്. നടക്കുന്ന വഴിക്ക് ഞാൻ ഇല്ലുമിനാറ്റി കളിക്കണം എന്നൊക്കെ വിചാരിച്ചാണ് നടന്നത്. പിന്നെ കുറച്ച് നടന്നു പോയാൽ കുറേ ആൾക്കാർ വന്ന് തുടങ്ങി. ഇല്ലുമിനാറ്റി പോയിട്ടൊന്ന് മര്യാദയ്ക്ക് ചാടാനും കൂടി സ്ഥലമില്ലായിരുന്നു അവിടെ, അത്രയും ആൾക്കാരായിരുന്നു. പിന്നെ വേദ് പറഞ്ഞു, ആ കുഞ്ഞുവാവേനെ നോക്കൂ, അവൾ എന്താ കളിക്കുന്നത് എന്ന്. ആളുടെ കയ്യിൽ കുറേ കളിപ്പാട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ആൾക്ക് എന്താ കളിക്കേണ്ടതെന്ന് അറിയില്ലായിരുന്നു. ആ പൂയിൽ അവിടെ ഇരുന്ന് പൂയി കുറേ മാന്തി കളിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അടുത്ത് പോയി നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മമ്മിയും ജാനിയൊക്കെ ഫ്രണ്ടിൽ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മമ്മിയും ജാനിയൊക്കെ ഇല്ലുമിനാറ്റി കളിക്കണം എന്ന് പറഞ്ഞ് നടക്കുന്ന നടപ്പാണത്. പക്ഷെ ഒന്നും നടന്നില്ല ഗൈസ്, ആൾക്കാരെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സാധനം എൻ്റെ മുഖ്യമാണ് കേട്ടോ. പിന്നെ ഞങ്ങളതേ ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങി, ഐസ്ക്രീമൊക്കെ കഴിച്ചു. പിന്നെ അവിടുത്തെ ഉപ്പിലിട്ട ഞങ്ങളെ മാടി വിളിക്കാൻ തുടങ്ങി. മാടി വിളിക്കുന്നതിനിടയ്ക്ക് ഞാൻ മമ്മീനെ ഞങ്ങൾ മമ്മീനെ ഇടുന്ന ഒരു 40 ഉറുപ്പ്യസ്ക്ക് ഞങ്ങൾ ഉപ്പിലിട്ടത് വാങ്ങിയിട്ടുണ്ട്. ജാനി ഒരു മാങ്ങ വാങ്ങി, ഞാനൊരു ക്യാരറ്റ് വാങ്ങി. ഞങ്ങൾ കഴിക്കുന്ന കണ്ടരാണ് മമ്മി പറഞ്ഞത്, അയ്യോ എനിക്ക് നല്ലൊരു പൈനാപ്പിൾ വാങ്ങിയാൽ കൊള്ളാമായിരുന്നു. അപ്പം മമ്മി ഒരു പൈനാപ്പിൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. മമ്മി കഴിക്കാൻ തുടങ്ങിയിട്ടില്ലായിരുന്നു. അപ്പം മമ്മി ക്യാഷൊക്കെ കൊടുക്കാൻ വേണ്ടി നിന്ന് ക്യാഷ് കൊടുത്ത് ഇങ്ങോട്ട് വന്നതിനാണ് വേദ് പറയുന്നത്, എനിക്ക് വേണം. എന്താ വേണ്ടേ? വിശക്കുന്നുണ്ടോ? വിശക്കുന്നുണ്ട്, പറ. അപ്പോൾ വേദുവിൻ്റെ വിശപ്പ് പ്രമാണിച്ച് ഞങ്ങളിതേ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല അധികം മിഡ്നൈറ്റൊന്നും ആയിട്ടില്ലായിരുന്നു, ഒരു 7 എത്ര ആയിരുന്നു സമയം. ആൾക്ക് വിശപ്പ് തുടങ്ങിയാൽ പിന്നെ ആളെവിടെ നിൽക്കൂല. പിന്നെ ആ ഇറങ്ങുന്നതിൻ്റെ ഉള്ളിൽ കൂടെ ഞാനൊരു കുഞ്ഞ് വാവനൊക്കെ ഉണ്ട്. ഞാൻ അതിനെ തന്നെ കുറേ നേരം നോക്കിക്കിട്ടി. എന്ത് ക്യൂട്ടാണ് നോക്കിക്കുക, വാ. അന്നേരത്തെ ഞങ്ങൾ ഒരു ചെറിയ തട്ടുകടയിലേക്ക് നടക്കുന്ന നടത്താണിത്. തട്ടുകട നോക്കുന്ന തട്ടുകടയിലൊക്കെ ആൾക്കാരെ കൊണ്ട് നിറഞ്ഞെങ്കിൽ അത്രയും ആൾക്കാരുണ്ടായിരുന്നു. ദൈവമേ, എവിടെ ഇരിക്കാൻ നിന്ന് ചായ കുടിക്കാൻ തന്നെ സ്ഥലമില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നടന്ന് ഒരു തട്ടുകട കണ്ടുപിടിച്ചു.
ആ തട്ടുകടയിൽ കയറിയിരുന്നു. ഞങ്ങൾ ഓർഡറൊക്കെ കൊടുത്തിട്ടോ. ഞങ്ങളൊരു പ്ലേറ്റ് കാടമുട്ട പറഞ്ഞു. പിന്നെ അതേ വാസ്കോഡ ഗാമ, അത് ഞങ്ങൾ അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. സ്റ്റേക്കൊക്കെ ബ്യൂട്ടിഫുള്ളാണ്. കാപ്പാടേക്കുള്ള വ്യൂ ആണ് കേട്ടോ. പിന്നെ ഞങ്ങളെ കാടമുട്ടയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ വേദു വിശപ്പുകൊണ്ടെടുത്ത് കഴിക്കാൻ നോക്കുന്ന സമയത്ത് ജാനി പറഞ്ഞു വേണ്ട ഞാൻ വീഡിയോ എടുത്തിട്ട് കഴിക്കാം. അപ്പോൾ ആളവിടെ തന്നെ വെച്ച് വീഡിയോ എടുത്തിട്ട് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു 2 മുട്ട ഒരേ സമയത്ത് എടുത്ത് തിന്നാൻ നോക്കിയ സമയത്താണ് അയ്യോ വേണ്ട അണ്ണാക്ക് കുടുങ്ങിപ്പോകുന്നു ഞാൻ പറഞ്ഞ അതാളെ തന്നെ വെച്ചു കേട്ടോ. അന്നേരം കറക്റ്റ് ടൈമിന് ഞങ്ങളെ കാടമുട്ട വന്നിട്ടുണ്ട്. ഞങ്ങളെ കാടമുട്ട വരുന്നതും തിന്നുന്നതൊക്കെ പെട്ടെന്നാണ്. അപ്പോൾ ജാനി കാടമുട്ടയ്ക്ക് ഭയങ്കര രസമായിരുന്നു കേട്ടോ. ജാനി കടിക്കാത്ത വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ വേദുവിൻ്റെ കാടമുട്ട കഴിഞ്ഞിട്ടുണ്ട്. കാടമുട്ട കഴിയാൻ നേരം ആൾ പറഞ്ഞത് എനിക്ക് ഒരു പ്ലേറ്റും കൂടെ വാങ്ങി തരൂ. അപ്പോൾ അവിടെ നിന്ന് കഴിക്കാൻ സമയമില്ലാത്തതിനെ കൊണ്ട് ഞങ്ങളെല്ലാവരും കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു പ്ലേറ്റ് പാർസൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കാപ്പാടിനോട് ബായ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അധികം നേരം നിൽക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. പിന്നെ നബിദിനത്തിൻ്റെ മദ്രസ നമ്മൾ അടിപൊളിയായിട്ട് അലങ്കരിച്ച് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അന്നേരമാണ് അവൻ പറഞ്ഞത് എനിക്ക് പാലൊഴിച്ച ചായ വേണം. അവിടുന്നേ പറയുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് സമയമില്ലാത്തതിനെ കൊണ്ട് ഉറക്കമൊക്കെ വരുന്നതിനെ കൊണ്ട് ഞങ്ങളോട് വന്നു. അതായത് വീട്ടിൽ നിന്ന് ചായ കുടിക്കാമെന്ന് വിചാരിച്ച് പാലൊക്കെ വാങ്ങിയിട്ടുണ്ട് മമ്മി. അപ്പോൾ വേദുവിന് ഉറക്കം വന്നിട്ടുണ്ട്. ആടെ ഉറങ്ങി വീണ് കണ്ണടയൊക്കെ ഇട്ടിട്ടാണ് ഉറങ്ങുന്നത് കേട്ടോ. അങ്ങനെ ഇനി ഞങ്ങളെ വീട്ടിൽ